എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാം അനുഭവിക്കുന്നതായിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും കർത്താവ് അനുവദിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങളൂടെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ രക്ഷാവിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഞാൻ പറയുകയുണ്ട്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ട് നമ്മുടെ രക്ഷകനായിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കുവാനായിട്ട് എന്താണ് ചെയ്തത് എന്ന് അല്പം കൂടെ വിശദമായി പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ ലോകത്തിന്റെ രക്ഷകൻ എന്നാണ് വിളിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ്. ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന പേര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഉള്ള പേരാണ്. അവസാനമായി നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും സിംഹാസനത്തിലിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്, അങ്ങനെയാണ് കർത്താവിനെ നാം ദർശിക്കുന്നത്. ആരാധനയുടെ കേന്ദ്രം അതാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ ഒരു കുഞ്ഞാടിനെ അറുത്തതായി, ഒരു മൃഗത്തെ അറുത്തതായി നമുക്കവിടെ വായിക്കുന്നുണ്ട്. ഒരു മൃഗത്തിന്റെ തോൽ കൊണ്ട് അവരെ കർത്താവ് ഉടുപ്പിച്ചു. അവരെ ഉടുപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല ആ മൃഗത്തെ കൊന്നത്, അതിൻ്റെ രക്തം അവർ ചെയ്തതായിരിക്കുന്ന പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പ്രതീകാത്മകമായി ചൊരിയപ്പെട്ടതായിരിക്കുന്ന രക്തമാണ്. അന്ന് മുതൽ യഹൂദന്റെ യാഗശാലയിൽ എത്ര 1000, 10,000 കാളന്മാരെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയുമാണ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി കൊന്നിരുന്നത്. എന്നാൽ യെരൂശലേം ദൈവാലയത്തിൽ നടത്തപ്പെട്ടതായിരിക്കുന്ന യാഗങ്ങൾക്കൊന്നും മനുഷ്യന്റെ പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എബ്രായ ലേഖനത്തിൽ അതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നാം ചില വാക്യങ്ങൾ പരിശോധിക്കുന്നതാണ്. എബ്രായർ 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങൾക്ക് മോചനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ രക്തം ചൊരിയുന്നതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഒരു ജന്തുവിന്റെ ശരീരത്തുണ്ടാകുന്ന മുറിവിലൂടെ രക്തം കാര്യമായിട്ട് വാർന്നു പോയി കഴിഞ്ഞാൽ ആ ജന്തു മരിച്ചു പോകും. നമുക്കറിയാം, മേജർ ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ രക്തം ശേഖരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് മുന്നമേ പറയാറുണ്ട്. രക്തഗ്രൂപ്പൊക്കെ പറഞ്ഞിട്ട് 4 കുപ്പി ചോര റെഡിയായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ സർജറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാവുകയും രോഗി മരിച്ചു പോവുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കാൻ രക്തസ്രാവം നിൽക്കാതെ വന്നാൽ രക്തം കൊടുക്കുന്നതാണ്. കാരണം ശരീരത്തിൽ രക്തമില്ലാതെ പ്രാണവായു ബ്രെയിനിലും ഹാർട്ടിലും ഒന്നും ചെല്ലില്ല. രക്തത്തിലൂടെയാണ് പ്രാണവായു സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രക്തം ജീവനെ പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ്. രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുക എന്നാണ്. പാപിയായ ഒരു മനുഷ്യനെ രക്ഷ കിട്ടുവാൻ അവനെ പകരമായിട്ട് ഒരു ജന്തുവിനെ പഴയ നിയമകാലത്തെ കൊന്നിരുന്നു. പാപം ചെയ്തതായിരിക്കുന്ന വ്യക്തി തന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തിന്റെ ഗൗരവമനുസരിച്ച് അവന്റെ സാമ്പത്തിക നിലവാരമനുസരിച്ച് കുഞ്ഞാടിനെയോ കാളയെയോ പ്രാവിനെയോ അവൻ കൊണ്ടുവന്നിരുന്നു. അവൻ കൊണ്ടുവന്ന മൃഗത്തിന് മേൽ അവൻ കൈവച്ചിട്ട് തന്റെ പാപം ഏറ്റു പറയണം. എന്നിട്ട് തന്റെ കരങ്ങൾ കൊണ്ട് ആ മൃഗത്തെ കഴുത്തറുത്ത് കൊല്ലണം. ആ മൃഗം പിടഞ്ഞ് ചോരയൊഴുക്കി ചാകുമ്പോൾ
യാഗം കഴിക്കുന്നയാൾ എന്താ പറയേണ്ടത്? ഈ മൃഗമല്ല ഞാനായിരുന്നു യഥാർത്ഥത്തിൽ മരിക്കേണ്ടത്, കാരണം പാപം ചെയ്തത് ഞാനാണ്. എന്നാൽ ദൈവം തന്റെ മഹാകരുണയിൽ എൻ്റെ പാപത്തെ മോചിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു. ആ ക്രമീകരണം എന്നാൽ താൽക്കാലികമായ ക്രമീകരണമാണ്, കാരണം കൂടെ കൂടെ ആവർത്തിക്കേണ്ടിയിരുന്ന ഒരു ക്രമീകരണമാണ്. ഓരോ പാപം ചെയ്യുമ്പോഴും പാപത്തിനു വേണ്ടി യാഗം അർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ തന്നെ ഒരു ദിവസം പല യാഗങ്ങൾ അർപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലെന്ന് വന്നുകൂടാ. എത്ര പാപങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഗൗരവം അനുസരിച്ച് യാഗങ്ങൾ അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ രക്തം കാൽവറിയിൽ ചിന്തപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെയും കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത്. 1 യോഹന്നാൻ 1-ാം വാക്യത്തിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പാപിയായ ഒരു മനുഷ്യൻ രക്ഷ കിട്ടുവാനായിട്ട് ദൈവം ഇന്ന് വെച്ചിരിക്കുന്ന ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ബലിയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവം അയച്ച കുഞ്ഞാടാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. അവിടെ പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് എഴുതപ്പെടുന്ന ആളുകൾക്ക് ഇക്കാര്യം അറിയാം. നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ്. അവർ യഹൂദന്മാരായിരുന്നു, അതുകൊണ്ട് ധാരാളം യാഗങ്ങൾ അവർ കഴിച്ചിരുന്നു. എന്നാൽ ആ യാഗങ്ങൾക്കൊന്നും അവരുടെ പാപത്തിന് പൂർണ്ണ പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവ മനുഷ്യനെ ആത്യന്തികമായി വീണ്ടെടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവന് പകരം സ്വർണമോ വെള്ളിയോ കൊടുത്താൽ മതിയാവുകയില്ല. കാരണം ജീവന് പകരം യാതൊരു ഭൗതിക വസ്തുവിനും പകരമാകുവാനുള്ളതായിരിക്കുന്ന യോഗ്യതയില്ല. മനുഷ്യനെ രക്ഷിക്കുവാൻ ഒട്ടുമിക്ക മതങ്ങളിലും സൽക്കർമ്മങ്ങളും മറ്റ് പുണ്യപ്രവർത്തികളും ഒക്കെയാണ് ചെയ്യുന്നത്. മതവും സഭയും നിർദ്ദേശിക്കുന്നതായിരിക്കുന്ന കൂദാശകൾ ചെയ്ത് രക്ഷപ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട്. പലതിലും പണം ഒരു പ്രധാന ഘടകമാണ്. പണം കൊടുത്തും പണം കൊണ്ട് വാങ്ങാവുന്നതൊക്കെ വാങ്ങിയും രക്ഷ പ്രാപിക്കാം എന്ന് കരുതുന്നതായിരിക്കുന്ന മതങ്ങളും സമുദായങ്ങളുമുണ്ട്. എന്നാൽ പത്രോസ് വളരെ അസന്നിഗ്ധമായി പറയുന്നത്, പൊന്നിനും വെള്ളിക്കും നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. നമ്മളെ വീണ്ടെടുത്തത് പൊന്നെ വെളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അവയൊക്കെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണ്. പിന്നെ എങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തത്? ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തം കൊണ്ടാണ്. കാരണം രക്തം ചൊരിയാതെ പാപത്തിന് മോചനമില്ല. ആരുടെയെങ്കിലും രക്തം ചൊരിഞ്ഞതുകൊണ്ട് പ്രയോജനവുമില്ല. കാരണം എല്ലാവരും പാപികളാണ്. ഒരു പാപിക്ക് വേണ്ടി വേറൊരു പാപിയുടെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. എന്നാൽ പാപരഹിതനായിരിക്കുന്ന ഒരാൾ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ ഈ ലോകത്തിലില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കാരണം പാപികളായ മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന ആളുകൾ എല്ലാവരും പാപികളാണ്. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഏക മനുഷ്യന്റെ പാപത്താൽ സകലരും പാപികളായി തീർന്നു എന്ന് തിരുവചനം അസന്നിഗ്ധമായിട്ട് പറയുന്നു. അതുകൊണ്ട് പാപികളായ മനുഷ്യവർഗത്തിൽ നിന്നും ഒരാൾ പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരിക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്നത് പാപം ചെയ്യാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ
ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് റോമാലേഖനത്തിൽ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ദൈവം പാപം ചെയ്യാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയെ മനുഷ്യവർഗത്തിനു വേണ്ടി തരേണ്ടത് ആവശ്യമായി വന്നു. നാം എല്ലാവരും പാപികളാകിയാൽ നമുക്ക് പാപമില്ലാത്ത ഒരു മനുഷ്യനെ നൽകുവാൻ കഴിയുകയില്ല. അങ്ങനെ ഒരാളെ ദൈവം തന്നെ മനുഷ്യവർഗത്തിന് വേണ്ടി നൽകേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന പ്രയോഗം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു യാഗ മൃഗം എന്ന നിലയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിലെ കുഞ്ഞാടുകൾക്ക് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള യാഗങ്ങൾ കൂടെ കൂടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപം ചെയ്തിട്ടില്ലാത്തവനും പാപ സ്വഭാവമില്ലാത്തവനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായിട്ട് കുഞ്ഞാടായി ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന യാഗശാലയിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വളരെ എളുപ്പമായി തീർന്നു. ദൈവം അയച്ചതായിരിക്കുന്ന കുഞ്ഞാട് ലോകത്തിലെ പാപികൾക്ക് പകരക്കാരനായി ദൈവത്തിന്റെ യാഗശാലയിൽ അർപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് ദൈവം മനുഷ്യന്റെ പാപപ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. മനുഷ്യവർഗത്തിനിടയിൽ പാപമില്ലാത്ത ഒരാള് ഇല്ലാതിരുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം താൻ തന്നെ ജഡം ധരിച്ച് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഒരു മനുഷ്യനായി വരണമെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അങ്ങനെ ജനിക്കുമ്പോൾ പാപരഹിതനായിരിക്കണമെങ്കിൽ പുരുഷന്റെ ബീജം കൂടാതെ ജനിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വംശാവലി എണ്ണുമ്പോൾ ആദം ഹാബേലിനെ ജനിപ്പിച്ചു, സേത്തിനെ ജനിപ്പിച്ചു, അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു എന്നാണല്ലോ. അപ്പോൾ അബ്രഹാമിന്റെ സ്വഭാവങ്ങള് പാപ സ്വഭാവം ഇസാഖിനെ കൈമാറ്റം ചെയ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ മറിയയിൽ നിന്നും ജനിച്ചു എന്നല്ലാതെ ജോസഫ് ജനിപ്പിച്ചു എന്നൊരു പ്രയോഗമില്ല. ദൂതൻ ജോസഫിനോടും മറിയയോടും പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമാകും എന്നാണ്. അതുകൊണ്ട് യാതൊരു മനുഷ്യന്റെയും ബീജം ഉപയോഗിക്കാതെ കന്യകയായ മറിയയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രവർത്തനത്താൽ യേശു ക്രിസ്തു ഉൽപാദിതനായി. മറിയയുടെ പാപസ്വഭാവം യേശുവിനെ ബാധിക്കാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ മറിയത്തിന്റെ അണ്ഡം ശുദ്ധീകരിക്കപ്പെട്ടു. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മറിയയുടെ അമ്മ ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ മറിയ ഒരു അമലോത്ഭവ അവസ്ഥയുള്ള ആളായിട്ട് തീർന്നുവെന്നാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. മറിയയുടെ അണ്ഡത്തെ ശുദ്ധീകരിച്ചാൽ ധാരാളം മതിയാവും. അങ്ങനെയാണല്ലോ ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്നത് കൊണ്ട് ജനിക്കുന്ന പൈതലിന് വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. വേറെ ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ലോകത്തിൽ. നമ്മുടെ കർത്താവിനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിന്റെ അമ്മ കർത്താവ് ജനിക്കുമെന്ന് ദൂതൻ പറഞ്ഞപ്പോ അവളെ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത് എൻ്റെ താഴ്ചയെ കടാക്ഷിച്ച രക്ഷകൻ എന്നാണ്. യേശുവിനെ അവൾ രക്ഷകനായിട്ടാണ് കണ്ടത്. കാരണം രക്ഷ ആവശ്യമായ ഒരാളാണ്. എന്നാൽ അവളുടെ പാപസ്വഭാവം കർത്താവിലേക്ക് പകരാതിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക പ്രവർത്തനം അവളിൽ ചെയ്തു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പുരുഷബീജം കൂടാതെ മറിയയുടെ മകനായി ഭൂമിയിൽ ജനിച്ചു. ഒരു സാക്ഷാൽ മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും. ദൈവം ത്രിയേകനായതുകൊണ്ട് തൃത്വത്തിലെ രണ്ടാമനായ പുത്രനാണ് ഇപ്രകാരം ജഡം ധരിച്ച് ഭൂമിയിൽ വന്നത്. തൻ്റെ ദൈവത്വം താൻ ഉപേക്ഷിച്ചില്ല. തൻ്റെ ദൈവത്വത്തിന് യാതൊരു കുറവും വന്നില്ല. പൂർണ്ണ ദൈവമായിരിക്കെ പൂർണ്ണ മനുഷ്യത്വം കൂടെ സ്വീകരിക്കുകയും
അങ്ങനെ ദൈവവും മനുഷ്യനുമായ ഏക വ്യക്തിയായി ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുകയുമാണ് ചെയ്തത്. ദൈവത്തിന് മരണമില്ല. എന്നാൽ മനുഷ്യർക്ക് വേണ്ടി മരിക്കണം. മരിച്ചെങ്കിലേ മനുഷ്യൻ രക്ഷയുള്ളൂ. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല. അതുകൊണ്ട് ദൈവത്തിന് മരണമില്ലാത്തത് കൊണ്ട് മരിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു ശരീരമാണ് കർത്താവ് സ്വീകരിച്ചത്. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ആ ശരീരം കാലുവറിലെ ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. 33 തിരുവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച ശേഷം ദൈവത്തിന്റെ കുഞ്ഞാടായി മനുഷ്യവർഗത്തിനു വേണ്ടി കർത്താവ് യാഗമായി തീർന്നു. പ്രതിപുരുഷ യാഗമായി തീർന്ന യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ മരണത്തിന് കർത്താവിനെ കീഴടക്കി വയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ വെറും മനുഷ്യനല്ല, അവൻ ദൈവവും മനുഷ്യനുമായി തീർന്ന ഏക വ്യക്തിയാണ്. ദൈവത്തിന് മരണമില്ലല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിലെ ദൈവത്വം മരിച്ചില്ല. മനുഷ്യനായ ക്രിസ്തുവാണ് മരിച്ചത്. തൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോയപ്പോൾ യഥാർത്ഥ മരണം തന്നെ നടന്നു. എന്നാൽ ആ ശരീരത്തിൽ തന്നെ മരണമില്ലാത്ത ദൈവത്വം തുടർന്നും വസിച്ചു. ഈ കാരണത്തിലാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവൻ ജീർണത കണ്ടില്ല, ദ്രവത്വം അവനെ ബാധിച്ചില്ല എന്ന്. കാരണം കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് മനുഷ്യാത്മാവ് പോയെങ്കിലും തൻ്റെ ദൈവത്വം അതിൽ വ്യാപരിച്ചതുകൊണ്ട് ആ ശരീരം ജീർണിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നാം അറിയുന്നത് പോലെ തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമനുഷ്യനായതുകൊണ്ട് കർത്താവ് മനുഷ്യവർഗത്തിന് പകരക്കാരനായി തീരുവാൻ യോഗ്യനാണ്. ലോകത്തിന്റെ പാപമാണ് യേശുക്രിസ്തു ഏറ്റെടുത്തത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം പാപമല്ല. അനന്ത മൂല്യമുള്ള യേശുക്രിസ്തുവിന്റെ മരണത്തിന് അനന്തമായ വീണ്ടെടുപ്പ് സാധ്യതയാണുള്ളത്. ലോകത്തുള്ളതും ഉണ്ടായിട്ടുള്ളതും ഇനിമേൽ ഉണ്ടാകുവാനുള്ളതുമായ സകലർക്കും പകരക്കാരനായി നിൽക്കുവാൻ കർത്താവിന് കഴിയും. കാരണം അവൻ ദൈവമാണ്, ദൈവം മനുഷ്യനായി തീർന്നവനാണ്. ഏകയാഗത്താൽ സകലരെയും വീണ്ടെടുക്കുവാനുള്ളതായിരിക്കുന്ന മൂല്യം കർത്താവിനുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന കർത്താവിനെ വിശേഷിപ്പിച്ചത് തീർത്തും ശരിയായ ഒരു പ്രയോഗമാണ്. പത്രോസ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. 1 പത്രോസ് 2:24 നാം ഇങ്ങനെ വായിക്കുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്നേക്കുമുള്ള ഒരു ഏക ബലിയാണ്. ദൈവമനുഷ്യനായി തീർന്ന ദൈവമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ മരണം ആവർത്തിക്കപ്പെടേണ്ട ഒരു മരണമല്ല. ഏക മരണത്താൽ സദാകാലത്തേക്കും രക്ഷിക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു മരണമാണ്. എബ്രായർ 10:14 ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യത മുഴുവൻ നിലനിൽക്കുന്നതായിരിക്കുന്ന സൽഗുണപൂർത്തിയാണ് വരുത്തിയിരിക്കുന്നത്. കാരണം കർത്താവിന്റെ മരണത്താൽ അവന്റെ പാപങ്ങളെ മോചിക്കുകയും കർത്താവിന്റെ ഉയർപ്പിനാൽ അവനെ നീതീകരിക്കുകയും ചെയ്യുന്നത് വഴി അവനെ നിത്യമായിരിക്കുന്ന രക്ഷയ്ക്ക് അവകാശിയായിത്തീരുന്നു. കർത്താവിന്റെ കാൽവറിയിലെ മരണം സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തുന്ന ഒരു യാഗമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം. യെരൂശലേമിൽ യഹൂദന്റെ യാഗശാലയിൽ ദൈവാലയത്തിൽ യാഗങ്ങൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരുന്നു. രാവിലെയും വൈകിട്ടും അവിടെ യാഗം അർപ്പിക്കേണ്ടിയിരുന്നു. യാഗശാലയിലെ തീ ഒരിക്കലും കെടുവാൻ പാടില്ല, അത് കത്തിക്കൊണ്ടേയിരിക്കണം. മനുഷ്യൻ കൂടെ പാപം ചെയ്യുകയും പാപം ചെയ്യുന്നവർ മൃഗങ്ങളുമായിട്ട് പുരോഹിതന്റെ അടുക്കൽ വരികയും പുരോഹിതൻ അവർക്ക് വേണ്ടി യാഗങ്ങൾ കഴിക്കുകയും ചെയ്യും.
എന്നാൽ ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു എന്നാണ്. ഇരുന്നു എന്ന പ്രയോഗം ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. ജോലി പൂർത്തീകരിച്ച ശേഷമാണ് ഇരിക്കുന്നത്. ആവർത്തന സ്വഭാവമുള്ള പഴയ നിയമ യാഗങ്ങൾ അർപ്പിച്ചിരുന്ന പുരോഹിതന്മാർ ഇരുന്നിരുന്നില്ല. ദൈവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇരിക്കുവാനുള്ള ഒരു കസേരയോ സ്റ്റൂളോ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ജോലി ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ജോലിയായിരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. ആ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്രായേലിന്റെ ഒരു വർഷത്തെ പാപത്തിനു വേണ്ടി മഹാപാപ പരിഹാര ദിവസം ബലിയർപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവാകട്ടെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലഭാഗത്ത് ഇരുന്നു എന്നാണ്. പൂർത്തീകരിക്കപ്പെട്ടതായിരിക്കുന്ന ജോലിയാണ് കർത്താവിൻ്റെത്. പൂർത്തീകരിക്കപ്പെട്ട യാഗമാണ് കർത്താവ് നിവർത്തിച്ചത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ പോലെ നിന്നുകൊണ്ട് ആവർത്തിച്ച് യാഗം കഴിക്കേണ്ട ആവശ്യം കർത്താവിനില്ല. നിത്യനായ ദൈവം മനുഷ്യനായി തീർന്ന മനുഷ്യവർഗത്തിനു വേണ്ടി പകരക്കാരനായി മരിച്ചപ്പോൾ ആ മരണം എന്നേക്കും പര്യാപ്തമായിരിക്കുന്ന ഒരു മരണമാണ്. നമ്മുടെ കർത്താവിന്റെ ഏകയാഗത്താൽ അവന് യാഗങ്ങൾക്കും ബലികൾക്കും അറുതി വരുത്തി ഇനിമേൽ യാഗങ്ങൾ ആവശ്യമില്ല എന്ന നിലയിൽ. എബ്രായർ 10:18 നാം ഇങ്ങനെ വായിക്കുന്നു, ഇനിമേൽ പാവങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. കർത്താവിന്റെ യാഗം കഴിഞ്ഞതോടുകൂടെ യാഗങ്ങൾക്ക് അവസാനമായി. ഇനി യാഗങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കാൻ ആവശ്യമില്ല, കഴിച്ചത് കൊണ്ട് പ്രയോജനവുമില്ല. ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയ യാഗമാണല്ലോ കർത്താവിൻ്റെത്. ചില മതങ്ങളിലും സമുദായങ്ങളിലും ബലിയുടെ ആവർത്തനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. കർത്താവ് തൻ്റെ ക്രൂശുമരണത്തിന്റെ തലേ രാത്രിയിൽ ശിഷ്യരുമൊത്ത് പെസഹ ആചരിച്ച ശേഷം തിരുവത്താഴം സ്ഥാപിച്ചു. അപ്പം എടുത്ത് അതിനെ വാഴ്ത്തി നുറുക്കിയിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീരെന്ന്. അപ്പം കർത്താവിന്റെ ശരീരത്തെ പ്രദാനം ചെയ്യുന്നു. വീഞ്ഞ് അവണ്ണം തന്നെ താൻ ചൊരിഞ്ഞ് രക്തത്തെ പ്രദാനം ചെയ്യുന്നു. ഇതെന്റെ ശരീരമെന്നും എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്നും പറയത്തക്കവണ്ണം കർത്താവിന്റെ ശരീര രക്തങ്ങൾ, അപ്പ വീഞ്ഞ് എന്ന 2 വസ്തുക്കളിലൂടെ ഇന്ന് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഇതിന്റെ ശരീരമെന്ന് പറയുമ്പോൾ അപ്പത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എങ്കിലും തൻ്റെ സ്വന്തം ശരീരം തൻ്റെ ശരീരത്തിലുണ്ട്. താൻ മരിച്ചിരുന്നില്ല. തൻ്റെ രക്തത്തിന്റെ ഒരു തുള്ളി പോലും ഒഴുകപ്പെട്ടിരുന്നില്ല. അതെല്ലാം കർത്താവിന്റെ ശരീരത്തിലുണ്ട്. അപ്പത്തെക്കുറിച്ചും വീഞ്ഞിനെ കുറിച്ചും ഇതിന്റെ ശരീരമെന്ന് പറഞ്ഞെങ്കിലും ഉടനെ തന്നെ കർത്താവ് പറഞ്ഞത്, ആകയാൽ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ. ഇത് ശരീരത്തെ പ്രദാനം ചെയ്യുന്ന അപ്പമാണ്, പക്ഷെ നിങ്ങൾ തിന്നുന്നത് ശരീരമല്ല, അപ്പമാണ്. അത് അപ്പം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, അവരാരും മാംസവും രക്തവും കഴിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെയാണെന്ന് വിശ്വസിച്ചോളാനാണ് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. കർത്താവ് അങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല. അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിദാനം ചെയ്യുന്ന വസ്തുക്കളാണ്. ആ വസ്തുക്കളോട് അങ്ങേയറ്റത്തെ ബഹുമാനം നാം കാണിക്കേണ്ടതാണ്. അതിനെ പൂജിക്കേണ്ട വസ്തുക്കളല്ല, അതിനെ ആദരവോടെ ഭക്ഷിക്കേണ്ട വസ്തുക്കളാണ്. കർത്താവിന്റെ കാൽവരി യാഗത്തിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുവാൻ നാം കർത്താവിൽ വ്യക്തിപരമായി വിശ്വസിക്കണം. കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ ജലം ധരിച്ച കന്യകയിൽ പാപരഹിതനായി ജനിച്ചു, പാപം കൂടാതെ 33 തിരുവർഷങ്ങൾ ജീവിച്ചു, മനുഷ്യവർഗത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ കയറി 3 ആണികളിൽ തൂങ്ങി അവൻ മരിച്ചു. ആ മരണമെന്ന് പറയുന്നത് കർത്താവ് ചെയ്ത ഏതെങ്കിലും കുറ്റത്തിനുള്ള മരണമായിരുന്നില്ല. ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടുള്ള മരണമായിരുന്നു. ആ മരണത്തെ കർത്താവ് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയായിട്ടാണ് കർത്താവ് നിവർത്തിച്ചത്. തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവ്. ഇന്നവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഏക മധ്യസ്ഥനും ഏക മഹാപുരോഹിതനുമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഏകയാഗം കഴിച്ചിട്ട് അവൻ ഇരുന്നു എന്ന് പറയുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇന്ന് അവൻ ശുശ്രൂഷ ചെയ്യുന്നത്.
സ്തേഫാനോസിന്റെ രക്തസാക്ഷി മരണത്തിന്റെ സമയത്ത് കർത്താവിനെ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണും. കർത്താവ് അല്ലെങ്കിൽ ഇരിക്കുന്നവനാണ്. ശൗലെടുത്തതായിരിക്കുന്ന കല്ലുകള് സ്തേഫാനോസിന്റെ ദേഹത്തല്ല ശരിക്ക് പതിച്ചത്, കർത്താവിന്റെ ദേഹത്താണ്. അതുകൊണ്ടാണ് കർത്താവ് ശൗലിനോട് ചോദിച്ചത്, ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത്. കർത്താവിന്റെ സഭയെന്ന് പറയുന്ന കർത്താവിന്റെ ശരീരമാണ്. ശരീരത്തെ ഏറുകൊള്ളുമ്പോൾ തലയ്ക്കിറങ്ങിയിരിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കർത്താവ് ഇന്ന് ഇരുന്ന ശുശ്രൂഷ നിവർത്തിക്കുന്നവനാണ്. നമുക്കറിയാം, ഇസ്രായേലിൽ 430 വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ അടിമകളായി ജീവിച്ചു. ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ദൈവം ചെയ്തത് അനേക അത്ഭുതങ്ങൾ അവിടെ ചെയ്തുവെങ്കിലും അവരുടെ വിടുതലുണ്ടായത് പെസഹ കുഞ്ഞാടിനെ അറുത്തപ്പോഴാണ്. എല്ലാ കുടുംബങ്ങളിലും ഓരോ കുഞ്ഞാടിനെ, ഊനമില്ലാത്ത കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് 3 ദിവസം അതിനെ പരിശോധിച്ച് കുറവൊന്നും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിനെ അറക്കണം. പെസഹ കുഞ്ഞാടിനെ അറുത്താൽ മാത്രം പോരാ, അതിന്റെ ചോര അവർ വസിക്കുന്നതായിരിക്കുന്ന ഭവനത്തിന്റെ പ്രധാന വാതിലിന്റെ കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. സംഹാരകൻ അന്ന് രാത്രി മിസ്രൈമിലുള്ള എല്ലാ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ രക്തം കാണുന്ന ഭവനങ്ങളെ വിട്ടൊഴിയും, പാസ് ഓവർ, അതിനെ കടന്നു പോകും. രക്തമില്ലാത്തതായിരിക്കുന്ന ഭവനങ്ങളിൽ ഉള്ള ആദ്യജാതന്മാരെ കൊന്നുകളയും. ഇസ്രായേൽ മക്കളെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. ഫറവോന്റെ കൊട്ടാരം മുതൽ യാചകന്റെ കുടിൽ വരെയുള്ള എല്ലാ ഭവനങ്ങളിലും ആദ്യജാതന്മാർ മരിക്കുകയും മൃഗങ്ങളുടെയും ആദ്യ ജന്തുക്കൾ മരിക്കുകയും ചെയ്തപ്പോൾ ഫറവോനും കൂട്ടരും വലിയൊരു നിലവിളി ഉയർത്തിക്കൊണ്ട് എത്രയും വേഗം നിങ്ങൾ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തം അവരുടെ ഭവനങ്ങളിൽ പുരട്ടാതിരുന്നാൽ സംഹാരകൻ ആ ഭവനത്തിലും വരുമായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ രസകരമായിരിക്കുന്ന ഒരു കഥയുണ്ട്. ഒരപ്പൻ പെസഹ കുഞ്ഞാടിനെ അറുത്തിട്ട് പ്രധാന വാതിലിന്റെ കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടുന്ന ജോലി ഭവനത്തിലെ ദാസനെ ഏൽപ്പിച്ചു. വിശ്വസ്തനായ ദാസനാണ്. അവൻ ആ രക്തം പുരട്ടുവാനായിട്ട് പോയപ്പോ ഭവനത്തിലെ ഗൃഹനായിക അവനെ ഏതോ ജോലിക്ക് വേണ്ടി വിളിച്ചു. അവൻ ആ രക്തം അവിടെ വെച്ചിട്ട് അവനെ പോയി, പിന്നെ ആ കാര്യം അങ്ങ് മറന്നുപോയി. രാത്രി അർദ്ധരാത്രിക്കാണ് സംഹാരകൻ വരുന്നത്. രാത്രി 10 മണിയായപ്പോ വീട്ടിലെ മൂത്ത മകൻ ചോദിച്ചു, അപ്പാ രക്തം പുരട്ടിയിട്ടുണ്ടോ? അപ്പം പറഞ്ഞു, ഉണ്ട് മോനെ, നീ പേടിക്കണ്ട. 11 മണിയായപ്പോൾ അവന് വീണ്ടും പരിവേഷമായി. കാരണം രക്തം പുരട്ടിയിട്ടില്ലെങ്കിൽ മരിക്കുന്നവനാണ്. അപ്പാ രക്തം പുരട്ടിയോ എന്ന് ചോദിച്ചു. എന്താ മകനെ നീ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? പിന്നെ അവൻ എല്ലാ 15 മിനിറ്റിലും ചോദിക്കും. അവസാനം അർദ്ധരാത്രിയാകുന്നതിന് അല്പം മുൻപ് അവൻ തന്നെ ചെന്ന് ആ കഥകൾ രക്തം നോക്കുമ്പോൾ അവിടെ ഇല്ല, ഒരു പാത്രത്തിൽ അതിരിക്കുന്നു. പെട്ടെന്ന് അവനെടുത്ത് ആ രക്തം കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയും അന്ന് രാത്രി അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ആ ഒരു കഥ. അത് നടന്നോ നടക്കാത്തതോ ആകാം, പക്ഷേ അതിന് വലിയ അർത്ഥം നമുക്ക് പഠിക്കുവാനുണ്ട്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് രക്ഷ കിട്ടുന്നില്ല. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടാൽ മാത്രം പോരാ, അതിന്റെ രക്തം അവർ താമസിക്കുന്ന വീട്ടിലെ കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവ് അറുക്കപ്പെട്ടാൽ മാത്രം പോരാ, വ്യക്തിപരമായി നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. കർത്താവ് നമ്മുടെ പെസഹ കുഞ്ഞാടാണ്. അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അവന്റെ രക്തം നമ്മുടെ ജീവിതത്തിന്റെ കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും ആ രക്തം അവൈലബിൾ ആണ്. ഏതൊരു പാപിക്കും കടന്നു വന്ന ആ രക്തം വിശ്വാസത്താൽ തന്റെ ജീവിതത്തിന്റെ കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുവാൻ കഴിയുന്നതാണ്. തന്റെ ഹൃദയത്തിന്റെ വാതിൽ അതവൻ വ്യക്തിപരമായി പുരട്ടണം. കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്നതുകൊണ്ട് മാത്രം മനുഷ്യവർഗത്തിന് രക്ഷയില്ല. ആ മരണം വ്യക്തിപരമായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മൾ വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ കരമടച്ച് പേരിൽ കൂട്ടി പോക്കുവരവ് ചെയ്യുമെന്ന് പറയാറുണ്ട്.
അതുപോലെ വാസ്തവത്തിൽ ആ വസ്തു നമ്മുടെ ആകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത്, യാഥാർത്ഥ്യമാണ്. എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് മരിച്ചത്, യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ എൻ്റെ പേരിൽ കൂട്ടി പോക്കുവരവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലി എനിക്ക് പകരമായി കണക്കാക്കപ്പെടുകയും ആ കർത്താവിന്റെ മരണം എൻ്റെ മരണമായി ദൈവം അംഗീകരിക്കുകയും ചെയ്യുന്നത്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് നാം വായിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. പാപത്തിന്റെ ശരിയായ ശിക്ഷയായ മരണം പാപി തന്നെ ഏൽക്കണം. എന്നാൽ കരുണയുള്ളവനായ ദൈവം രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു പ്രമാണമാണ് പ്രതിപുരുഷ മരണം, അഥവാ വൈക്കേരിയസ് ഡെത്ത്. പാപിക്ക് പകരം പാപമില്ലാത്ത ഒരാൾ പാപിക്ക് വേണ്ടി മരിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചാൽ ദൈവം ആ പാപിയെ പ്രതിപുരുഷ മരണം വഴി രക്ഷിക്കുമെന്നതാണ് പ്രമാണം. എന്നാൽ ഈ പ്രമാണത്തിന് പ്രസക്തി ഉണ്ടാകുവാൻ പകര മരണം ഏറ്റെടുക്കുന്ന ആൾ ഒരിക്കലും ഒരു മൂന്നാമനാകുവാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്യാത്തവനും തെറ്റ് ചെയ്തവനുമായി യാതൊരു ബന്ധവുമില്ലാത്തവനുമായ മൂന്നാമതൊരാളെ പകരം കൊല്ലുന്നത് അനീതിയാണ്. വാദി പ്രതിക്ക് വേണ്ടി കുറ്റവും ശിക്ഷയും ഏറ്റെടുക്കാം, എന്നാൽ അത് മൂന്നാമതൊരാളുടെ മേൽ വെക്കുന്നത് ന്യായമല്ല. കർത്താവ് വാദിയാണ്, നമ്മളൊക്കെ പ്രതിയാണ്. കർത്താവാണ് നമ്മളെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയും. അങ്ങനെ വാദിയും ന്യായാധിപതിയുമായിരിക്കുന്ന കർത്താവ് പ്രതികളായിരിക്കുന്ന നമ്മുടെ കുറ്റങ്ങളെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ താൻ സ്വതവേ ചെയ്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ അനീതിയായിട്ട് ഒന്നും തന്നെയില്ല. ന്യായാധിപതിയും വാദിയുമായ ദൈവം തന്റെ ഇഷ്ടപ്രകാരം മനുഷ്യനോടുള്ള സ്നേഹത്തിൽ കുറ്റവും ശിക്ഷയും ഏറ്റെടുത്ത് പരിഹാരം വരുത്തി അത് നീതിപൂർവമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിര് പറവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷ മരണത്തെ ഒരു പാപിക്ക് രക്ഷാകരം കാരണമായി തീരുവാൻ കർത്താവ് മരിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല. കർത്താവിന്റെ മരണത്തെ പാപിയായ മനുഷ്യൻ തന്റെ പേരിൽ കൂട്ടി പോക്കുവരവ് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ. ഇതിനായിട്ട് വിശ്വാസത്താൽ കർത്താവിന്റെ മരണത്തെ സ്വന്തം മരണമായി അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ മരണം പാപിയുടെ പാപത്തിന്റെ ശിക്ഷയാണെന്നും ദൈവം ആ മരണത്തെ അംഗീകരിച്ചു എന്നും പാപി അംഗീകരിക്കണം. പാപം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലി നമ്മുടെ പകരമരണമായി നാം വ്യക്തിപരമായി അംഗീകരിച്ച് അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ നീതീകരണത്തിന് കാരണമാകുന്നു. കാരണം ദൈവം നമ്മുടെ പാപപരിഹാരത്തിനായുള്ള ബലി അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തോടുകൂടെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന നീതീകരണം യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കർത്താവ് മരിച്ചു, എന്നാൽ നമ്മുടെ നീതീകരണത്തിനായി ദൈവം അവനെ ഉയർപ്പിച്ചിരിക്കുന്നു. അപ്പൊ പാപമോചനവും നീതീകരണവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താലും ഉയർപ്പിനാലും നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന്റെ നീതി കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെ പേരിൽ ദൈവം കണക്കിടുന്നു. എങ്ങനെ നാം നീതീകരിക്കപ്പെട്ടവരായി ദൈവാസന്നിധിയിൽ നമുക്ക് ഇരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. സുവിശേഷത്തിന്റെ കേന്ദ്ര സന്ദേശം ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപിയെ രക്ഷിക്കുന്നു, പാപിയെ ദൈവവേദലാക്കുന്നു, പാപിക്ക് നിത്യജീവൻ ദാനമായി നൽകുന്നു ഇത്യാദി സത്യങ്ങളാണ്. പാപിയെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഫലമാണ് പാപിയെ രക്ഷിക്കുന്നത്. പാപിയെ രക്ഷിക്കുന്നതിനുള്ള ഏക വഴി കർത്താവിന്റെ കാൽവറിയിലെ ബലിയാണ്. കർത്താവിന്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നീ സത്യങ്ങൾ ഒന്നും ആകസ്മികമല്ല. കർത്താവ് മരിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നാണ്. എന്ന് പറഞ്ഞാൽ
യഹൂദന്മാരെല്ലാവരും കൂടി കർത്താവിനെ പിടിച്ചു കൊണ്ടുപോയി ക്രൂശിച്ചു വന്നതൊന്നുമല്ല. തിരുവെഴുത്തുകളും പ്രകാരമാണ് മരണം നടന്നത്. ദൈവം ഉൽപ്പത്തി മുതൽ പ്രതീകാത്മകമായി കുഞ്ഞാടുകളുടെ യാഗം വഴി മനുഷ്യവർഗത്തോട് പറഞ്ഞതും അനേക പ്രവാചകന്മാർ മുഖാന്തരം വ്യക്തമായി സംസാരിച്ചതും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും താൻ അനുഭവിക്കുന്ന മരണത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം തന്നെ എടുത്താൽ നമുക്കറിയാം കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 22-ാമത്തെ സങ്കീർത്തനം എടുത്താൽ കർത്താവ് ക്രൂശിൽ കരച്ച് തുടങ്ങി എത്രയെത്ര സംഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെഖര്യാവിന്റെ പ്രവചനം എടുത്താൽ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് എത്രയെത്ര സത്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് എൻ്റെ അഭിഷേകത്തിന് ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയില്ല എന്നിത്യാദി പ്രവചനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചനാഭാഗങ്ങളാണ്. അങ്ങനെ കർത്താവ് തിരുവെഴുത്തുകൾ പ്രകാരം മരിക്കുകയും തിരുവെഴുത്തുകൾ പ്രകാരം ഉയർക്കുകയും ചെയ്തവനാണ്. ആകസ്മികമായല്ല. ദൈവം ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടികർമ്മം നിവർത്തിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ മനുഷ്യൻ പാപം ചെയ്താൽ അവനെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഉയർന്നു. പുത്രൻ തമ്പുരാൻ ഞാൻ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി പോയി മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചവനെ രക്ഷിക്കാം എന്ന് ഉറപ്പ് കൊടുത്തു. പരിശുദ്ധാത്മാവ് ഞാൻ അവരുടെ ഹൃദയങ്ങൾ പ്രവർത്തിച്ച് പാപബോധവും നീതിബോധവും കൊടുത്തവരെ പുതിയ ജീവികളാക്കി തീർക്കാം, അവരെ വീണ്ടും ജനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും ദൈവം മുന്നമേ തീരുമാനിച്ചതും തിരുവെഴുത്തുകളിൽ അത് വെളിപ്പെടുത്തിയിട്ടുള്ളതും അതിന് പ്രകാരം തന്നെ കർത്താവ് മരിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും കർത്താവിന്റെ മരണത്താൽ നമുക്ക് നിത്യമായ പാപമോചനവും നീതീകരണവും സാധ്യമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. എന്നാൽ ഇന്നും അനേകർ ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ അതേ സ്വീകരിക്കാതെ അവരെ പോകുന്നു. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പുത്രനെ തന്നു, പുത്രൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നീ സത്യങ്ങൾ വളരെ വ്യക്തമായി മനുഷ്യരോട് പ്രസംഗിക്കുകയും പറയുകയും ചെയ്താലും അവരെ പലപ്പോഴും അത് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുന്നത് വരെ ഒരുപക്ഷെ അവർക്ക് ആ സത്യങ്ങൾ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവ് ദൈവത്തിന്റെ ഏകജാതനെ ആദ്യജാതനാക്കി തീർക്ക വഴി അനേക പുത്രന്മാരെ മഹത്വത്തിലേക്ക് ചേർക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദമായി. നമുക്കറിയാമല്ലോ, പിതാവായ ദൈവത്തിന്റെ ഏകജാതനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തതുകൂടെ ഈ ഏകജാതൻ ആദ്യജാതനാക്കി തീർത്തു, മൂത്തപുത്രന് എന്ന് പറയാക്കി തീർത്തു. നാം എല്ലാവരും ദൈവമക്കളായി തീർന്നു. എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം നമ്മെ നമ്മുടെ പാപങ്ങളെ മോചിച്ചു എന്ന് മാത്രമല്ല, നമ്മളെ നീതീകരിച്ചു എന്ന് മാത്രമല്ല, നമ്മളെ വിശുദ്ധീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അതിനാവശ്യമായതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ വിലയേറിയ സത്യം നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിച്ച് വളരെ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയിൽ കർത്താവിന്റെ മരണവും ഉയർപ്പും വർത്തമാനകാല മഹാപൗരോഹിത്യ ശുശ്രൂഷയും മധ്യസ്ഥതയും എല്ലാം അടങ്ങിയിരിക്കുന്നു. യേശുവിനെ ലോകരക്ഷകൻ എന്നാണ് വിളിക്കുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു. ഇന്ന് നാം എത്ര ഭാഗ്യവാന്മാരാണ്, ദൈവമക്കളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിൽ വ്യക്തിപരമായി വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, കർത്താവ് മരിച്ചു എന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് വ്യക്തിപരമായി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഒരു രാത്രിയായി നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നിങ്ങളുടെ പേരിൽ ചേർത്ത് കർത്താവ് ദാനമായി നൽകുന്നതായിരിക്കുന്ന ജീവനും രക്ഷയും നിങ്ങൾക്ക് അവകാശമായി സ്വീകരിക്കാവുന്നതാണ്. ഇത് അത്ഭുതകരമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. കാരണം പാപിയായ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ നിത്യനരകത്തിലേക്കാണ് പോകുന്നത്. അവനെ രക്ഷിക്കുവാനായിട്ട് ഒരു സമുദായത്തിനോ മതത്തിനോ അവൻ ചെയ്തിട്ടുള്ള കർമാദികൾക്കോ ഇനി മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന കൂദാശകൾക്കോ ഒന്നും സാധ്യമല്ല.
ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് ജീവിച്ചിരിക്കുന്നു എന്നാണ്. കർത്താവിനെ കൂടാതെ മരിച്ചാൽ ന്യായവിധി എന്ന ഒരു കാര്യം മാത്രമേ അവരുടെ മുൻപിലുള്ളൂ. നമുക്കറിയാം ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ധനവാൻ മരിച്ചു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ നിന്ന് അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം അബ്രഹാം പിതാവ് വിചാരിച്ചാൽ പോലും സാധിക്കുമായിരുന്നില്ല. കാരണം അതിനുള്ളതായിരിക്കുന്ന ഒരു വകുപ്പ്, ഒരു പ്രൊവിഷൻ ദൈവം വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഭൂമി ജീവിച്ച കാലത്ത് സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ഭാഗ്യം കൊടുത്തു. ദൈവത്തിന്റെ മക്കൾ എത്ര ഭാഗ്യവാന്മാരാണ്. അവര് മരിച്ചാൽ അവർ പോകുന്നത് ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ്. അവർക്ക് ന്യായവിധിയില്ല. അതെ, പുത്രൻ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്ന് സന്നിഗ്ധമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞാൽ പാപത്തിന് ശിക്ഷയായിരിക്കുന്ന മരണം അവരിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോയി. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. മരിക്കുന്ന സമയത്ത് അവർക്ക് ധൈര്യമായി കർത്തൃസന്നിധിയിലേക്ക് പോകാം. അതുകൊണ്ടാണ് വിശ്വാസികൾ മരിക്കുന്ന സ്ഥലത്തും അവിശ്വാസികൾ മരിക്കുന്ന സ്ഥലത്തും നിങ്ങൾ ചെന്നാൽ വളരെ വലിയ വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് കഴിയും. വിശ്വാസികൾ മരിക്കുന്നിടത്ത് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ അതുപോലെയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോട് ചെയ്യുന്നില്ല. അവരെ ദൈവവചനം പ്രസംഗിക്കുകയും ജീവനോടിരിക്കുന്നവർക്ക് ആശ്വാസത്തിനായി വാക്കുകൾ പറയുകയും ചെയ്തിട്ട് മാന്യമായിട്ട് മരിച്ചവരുടെ ദേഹം അത് മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ കരച്ചിലും പിടിച്ചിലും ഉണ്ടെന്ന് മാത്രമല്ല, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്നുള്ള കരച്ചിൽ അവിടെ ഉയരുകയാണ് ചെയ്യുന്നത്. ജീവിച്ച കാലത്ത് രക്ഷിക്കപ്പെടുവാനായിട്ട് അവസരം ഉണ്ടായിട്ട് കിട്ടാതെ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നത് അത് ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് യോജിക്കുന്നില്ല, ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് ലംഘനമാണ് എന്ന് മാത്രമല്ല, സാധാരണ സുബോധമുള്ള മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ല. ജീവിച്ചിരിക്കേണ്ട കാലത്ത് ചെയ്യാതെ നേടാതെ പോയത് മരിച്ചു കഴിഞ്ഞിട്ട് വല്ലവരുടെയും പ്രാർത്ഥന കൊണ്ട് നേടാമെന്ന് വിചാരിക്കുന്നത് ഭോഷത്വമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് നിങ്ങൾ വ്യക്തിപരമായി സ്വീകരിക്കുകയും അവരിൽ നിങ്ങൾ ആശ്രയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിത്യജീവൻ ലഭിക്കുന്നതാണ്. ഈ സന്ദേശം സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ജനിച്ചത്. വാസ്തവത്തിൽ പാവപ്പെട്ട വീട്ടിലാണ് അവൻ ജനിച്ചത്. അവന്റെ ജനനസമയത്ത് അവന് സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു നല്ല വസ്ത്രം പോലും കൊടുക്കുവാനുണ്ടായിരുന്നില്ല. അവനെ പഴംതുണികൾ കൊണ്ട് പൊതിഞ്ഞാണ് കർത്താവ് കിടന്നത്. അവനെ കാണുവാൻ വന്ന വിദ്വാൻമാർ അവന് സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. അവനെ കാണാൻ വന്ന ആട്ടിടയന്മാർ അവനെ കണ്ടിട്ട് പോയി. നമ്മുടെ കർത്താവിന്റെ ജനനത്തിന് എത്ര അതിശയകരമായ ഒരു ജനനമാണ്. അതുപോലെ ഒരു ജനനം ലോകത്ത് നടന്നിട്ടില്ല. അതുപോലെയാണ് കർത്താവിന്റെ ജീവിതം പോലെ ഒരു ജീവിതം നടന്നിട്ടില്ല. കർത്താവിന്റെ മരണം പോലെ ഒരു മരണം ലോകത്ത് നടന്നിട്ടില്ല. കർത്താവിന്റെ ഉയർപ്പ് പോലെ ഒരു ഉയർപ്പ് ലോകത്ത് നടന്നിട്ടില്ല. ലോകത്തിന്റെ ഏകരക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അത് നാം വിശ്വസിച്ച നിത്യജീവൻ നമ്മുടെ സ്വന്തമാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി ഒരു നിമിഷം പോലും വൈകിക്കരുത്. ഈ സത്യം നിങ്ങൾ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ. ശാന്തമായി ദൈവവചനം കേട്ടതിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.